ഹായ് ഫ്രണ്ട്സ്, ഹെൽപ്പ് മീ ലോഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബെൻസി. ഇന്ന് നമുക്ക് ഒരു മാങ്ങാക്കറി ഉണ്ടാക്കാം. അതിനുവേണ്ടി ഈ ഒരു മാങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നല്ലതുപോലെ തൊലി കളഞ്ഞ് കഷ്ണങ്ങളാക്കി എടുക്കണം. മാങ്ങ നല്ല പുളിയുള്ള ഏത് മാങ്ങയായാലും കുഴപ്പമില്ല, അത് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് എടുക്കാം. അപ്പോൾ മാങ്ങ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ പീസാക്കിയിരിക്കുന്നത് എങ്ങനെയാണോ? അതും ഒരു 4 പച്ചമുളകുണ്ട്. പച്ചമുളകും ലേശം കറിവേപ്പിലയും കൂടി ഇട്ട് നമുക്കിത് വേവിച്ചെടുക്കണം. ആവശ്യത്തിനുള്ള വെള്ളം ഞാനിപ്പോൾ നിങ്ങൾക്ക് വെള്ളം ഒഴിക്കുകയാണ്. ഈ വെള്ളം ഒഴിച്ച് നമുക്കിത് വേവിക്കാം. കഷ്ണങ്ങൾ നല്ലതുപോലെ വേവണം, കാരണം നമുക്ക് ഉടയ്ക്കാനുള്ളതാ. അതുകൊണ്ട് നന്നായിട്ട് വേവണം. ഇത് നമ്മുടെ മാങ്ങ നന്നായിട്ട് വെന്തിട്ടുണ്ട്. കാരണം ഇത് മൊത്തത്തിലൊന്ന് നല്ലതുപോലെ ഉടയണ്ട, കുറച്ച് ഉടയണം, കുറച്ച് ഉടയണ്ട, അങ്ങനെ ഒരു പരുവായിരിക്കണം. ഇതിപ്പോ മാങ്ങ പരുവമായി. നമുക്കിത് കുറച്ച് ഉടയ്ക്കണം. ഞാനിത് ഓഫ് ചെയ്യുക. മസാലയ്ക്ക് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് വലിയ അരമുറി തേങ്ങയുണ്ട്. കാരണം ഇതിന് തേങ്ങ എത്രയും കൂടുന്നോ അതിനനുസരിച്ച് നമ്മുടെ കറിയുടെ കൊഴുപ്പും കൂടും. തേങ്ങ കുറവാണെങ്കിൽ കറിക്ക് കൊഴുപ്പ് കുറവായിരിക്കും. അതുകൊണ്ട് നല്ലതുപോലെ തേങ്ങ എടുക്കുക. ആവശ്യത്തിലുള്ള മഞ്ഞൾപ്പൊടി. ഈ മഞ്ഞൾപ്പൊടി ഇതിൽ പകുതി വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ മാങ്ങ വേവിക്കുന്ന സമയത്ത് അതിൽ ഇടാം, അല്ലെന്നുണ്ടെങ്കിൽ മൊത്തം ഒരുമിച്ച് അരയ്ക്കാം. പിന്നെ എടുത്തിരിക്കുന്നത് 4 പച്ചമുളക് അരയ്ക്കാൻ വേണ്ടി. പിന്നെ എടുത്തിരിക്കുന്നത് 1/2 ടേബിൾ സ്പൂൺ ജീരകം, അതായത് ചെറിയ ജീരകം, കറിക്കും തോരനും ഒക്കെ ഇടുന്ന ജീരകം. പിന്നെ എടുത്തിരിക്കുന്നത് 6 അല്ലി വെളുത്തുള്ളി. ഇത്രയും നമുക്ക് നല്ലതുപോലെ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം. മാങ്ങ നല്ലതുപോലെ ഉടച്ചു വെച്ചിട്ടുണ്ട്. കണ്ടോ, കുറച്ച് നന്നായിട്ട് ഉടഞ്ഞു, കുറച്ച് ഉടയാതെയും ആ പരുവം. നിങ്ങൾക്ക് നല്ലതുപോലെ ഉടയണമെന്നുണ്ടെങ്കിൽ ഉടയ്ക്കാം. അതല്ല ഇടയ്ക്ക് മാങ്ങ കഷ്ണം വേണമെന്നുള്ളവർക്ക് അത് നിങ്ങളുടെ ഇഷ്ടം. ഇനി നമുക്ക് ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പൊഴിക്കാം. ഇതിന്റെ കട്ടി നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ലൂസാക്കാം, അല്ലെങ്കിൽ കട്ടിയായിട്ട് എടുക്കാം. പക്ഷെ ഒത്തിരി ലൂസാക്കരുത്, അത് കൊള്ളില്ല. എനിക്ക് ഈ കട്ടിക്കാൻ ഞാൻ എടുക്കുന്നേ. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പൊന്ന് നോക്കിയിട്ട് കുറവാണെന്നുണ്ടെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്യണേ. ഈ അരപ്പ് തിളക്കരുത്. നമ്മൾ മോര് കാച്ചത്തില്ലേ, അതേ സെയിം മെത്തേഡാണ് ഇതിന്റെയും. ഇത് തിളയ്ക്കാൻ പാടില്ല. മുകളിൽ കൂടി ഒന്ന് അതിന്റെ ആവി വന്നാ മതി. ജസ്റ്റ് ഒന്ന് ചൂടാകുമ്പോഴത്തേക്ക് നമുക്കിതില് ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കണം. ഇത് തിളയ്ക്കാതിരിക്കാനാണ് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കുന്നത്. കാരണം നമ്മുടെ ഈ കറിക്ക് അത് തിളച്ചു പോയാൽ പിന്നെ പീരെ വെള്ളം പോലെ കിടക്കും, കറി കൊള്ളില്ല. അതുകൊണ്ട് നിങ്ങളുടെ പാത്രത്തിന്റെ ചൂടനുസരിച്ച് അത് അഡ്ജസ്റ്റ് ചെയ്യണം. ഇതൊന്ന് ചൂടായി വരുന്നുണ്ട്. അതിലേക്ക് നമുക്ക് ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഇട്ടിട്ടില്ലേ. ഇപ്പൊ മുകളിൽ കൂടി നല്ലതുപോലെ ആവി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇത് മതി. ഈ വെള്ളം ഒഴിക്കുമ്പോൾ ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത്, പച്ചവെള്ളമല്ല ഒഴിച്ചത്. അരപ്പിന്റെ കൂട്ടത്തിൽ ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത്. തിളപ്പിച്ചാറിയ വെള്ളം ഉണ്ടെങ്കിൽ അതാ ഏറ്റവും നല്ലത്. ഇത് മതി. ഉലുവ കൂടിപ്പോവരുത്, കൂടിപ്പോവാൻ കഴിക്കും. നന്നായിട്ട് മുകളിൽ കൂടി ആവി വന്ന് തുടങ്ങി. നമുക്കിത് ഓഫ് ചെയ്തിട്ട് കടുതാളിക്കാം. കടുതാളിക്കാനായിട്ട് എണ്ണ ഒഴിച്ചു. എണ്ണ ഏത് വേണേലും എടുക്കാം, വെളിച്ചെണ്ണ അല്ലെങ്കിൽ സൺഫ്ലവർ, നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് എടുക്കാം. പിന്നെ നമ്മുടെ നാടൻ കറികളൊക്കെ ഉണ്ടാക്കാൻ വെളിച്ചെണ്ണയാണെങ്കിൽ ടേസ്റ്റ് കൂടും. ഇതിലേക്ക് ഉള്ളി ഇടാം. ഉള്ളിയും കൊച്ചുള്ളിയാണെങ്കിൽ നല്ലതേ. വറ്റലുമുളക് ഉണ്ടെങ്കിൽ വറ്റലുമുളക് കൂടി ഇട്ടോണേ. എന്റെ കയ്യിൽ ഇപ്പോ വറ്റലുമുളക് ഇല്ല. കറിവേപ്പില കൂടി ഇടാം. നമ്മുടെ ഉള്ളി മൂത്ത് ഇത് കരിഞ്ഞു പോവരുത്. കരിഞ്ഞു പോയാൽ കറിക്ക് ടേസ്റ്റ് കാണില്ല, കയ്പും വരും. നമുക്ക് ലേശം ഒരു കളറിന് വേണ്ടി ഒരു ഇച്ചിരി മുളക് പൊടി നമുക്കിത് നമ്മുടെ കറിയിലോട്ട് ഒഴിക്കാം. എന്നിട്ട് നമുക്ക് അടച്ചു വെക്കാം. ഇവിടെ മാങ്ങാക്കറി റെഡി ആയിട്ടുണ്ട്. ഇതുവരെ കൂട്ടിയിട്ടില്ലാത്തവർ ഇതൊന്ന് വെച്ച് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാ ചോറ് കഴിക്കാൻ.
അപ്പൊ ഇത്രയേ ഉള്ളൂ. മാങ്ങാക്കറി ഉണ്ടാക്കുന്നത് വളരെ എളുപ്പമാണ്. എന്നിട്ട് നമുക്ക് അടച്ചു വെക്കാം. മാങ്ങാക്കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. എന്നിട്ട് അഭിപ്രായം അറിയിക്കണം. വീണ്ടും നിങ്ങൾക്ക് പ്രിയപ്പെട്ട ഏതെങ്കിലും ഒരു ഡിഷോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടിപ്പുമായോ ഞാൻ ഉടൻ വരാം. ടിൽ ദെൻ ബൈ. ഗോഡ് ബ്ലെസ് യു.